So once again, welcome back to Edu Mantra. So നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ ഫൈനൽ മൊഡ്യൂൾ തേർഡ് മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാം ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും, അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ റേഡിയോയുടെ കൂടെ ഞാൻ പോയിൻറ്റ്സ് ആയിട്ട് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ റേഡിയോയുടെ കൂടെയും കൂടെ നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ന്യൂസാണ് ഒരു ഈ ഫോമാറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ന്യൂസ് ഉണ്ട്, ടോക്സ് ഉണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്, കുക്കറി ഷോസ് പോലെയുള്ള റിയാലിറ്റി ഷോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ, നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മെയിനായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. പക്ഷേ നമുക്കത് ഒരു എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ വരാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ ന്യൂസ് ഈ പറഞ്ഞതുപോലെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം ഫോർമാറ്റാണ്. ഓക്കെ, ന്യൂസ് പ്രോഗ്രാം ഈസ് എ ടെലിവിഷൻ, radio or an internet program that provides current information about local, national and international news stories. Okay, news programs are often use interviews and commentary and many include weather forecast, traffic reports, political contemporary news and എക്സ്പേർട്ട് ഒപ്പീനിയൻസ്. ഓക്കെ, അതായത് ന്യൂസ് പ്രോഗ്രാം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ വാർത്തകളാണ്. വാർത്തകൾ ലോകത്ത് നടക്കുന്ന, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതത് കാര്യങ്ങൾ, വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളെ നമ്മളെ അറിയിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ന്യൂസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, എ ടോക്ക് ഷോ ഈസ് എ റേഡിയോ ഓർ ടെലിവിഷൻ പ്രോഗ്രാം വെർ വെൽ നോൺ പീപ്പിൾ ഹാവ് ഡിസ്കഷൻ ഓർ ഇൻ്റർവ്യൂസ്. ഓക്കെ, ടോക്ക് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ളൊരു കാര്യം ഞാൻ പറയുന്നത്, നമ്മളുടെ 2024 പാർലമെൻ്ററി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് TVസിലൊക്കെ നമ്മുടെ മിക്ക ന്യൂസ് ചാനൽസിലും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഡിബേറ്റ്സ് അല്ലേ. ഓരോ ലോക്കൽ ഏരിയാസിൽ പോയിട്ട് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രതിനിധികൾ അവർ ഡിബേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതൊരു ടോക്ക് ഷോ ആണ് യഥാർത്ഥത്തിൽ. ഒരു ഡിബേറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു ടോക്ക് ഷോ ആണ്. അതിനകത്ത് വിവിധ പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള ആളുകൾ, നാട്ടുകാരൊക്കെ പങ്കെടുക്കും. ഓക്കെ, സോ അതിൽ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവരുടെ കാൻഡിഡേറ്റ്സിൻ്റെ ഗുണങ്ങൾ പറയും, അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി, അവരുടെ ഐഡിയോളജീസിനെ പറ്റി പറയും, നാട്ടുകാരുടെ ബുദ്ധിമുട്ടിനെ പറ്റി പറയും, അവർക്ക് കിട്ടാതിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയും, അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി പറയും. ഇതൊക്കെയാണ് ടോക്ക് ഷോയുടെ പ്രത്യേകതകൾ. ഓക്കെ, ടോക്ക് ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ രീതിയിലും വരാറുണ്ട്. നമ്മുടെ ടെഡ് പോലെയുള്ള ടോക്ക് ഷോസ്, ടെഡ് ടോക്ക് പോലെയുള്ള കാര്യങ്ങൾ, ആ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന തരം പ്രോഗ്രാംസും ഈ പറയുന്ന ടോക്ക് ഷോസിലൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശശി തരൂർ പോലെയുള്ള ആളുകൾ, അവരെയൊക്കെ വെച്ചിട്ട് ഒരുപാട് ടോക്ക് ഷോസ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുണ്ട്. ഈ ടെഡെക്സ് എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു നമ്മുടെ ജോഷ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രോഗ്രാംസ്, അത് വിവിധ തരത്തിലുണ്ട്. ഒന്നിലധികം ആളുകളെ ഇരുത്തിയിട്ട് ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂ പോലെ കുറേ ആളുകളെ, ഇപ്പം സിവിൽ സർവീസിലൊക്കെ റാങ്ക് ഹോൾഡേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളെയൊക്കെ വെച്ചിട്ട് ഒരു മോഡറേറ്റർ ഉണ്ടാവും, ഒന്ന് രണ്ട് ആളുകളുണ്ടാവും, അവരുടെ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ ഒരു കൂട്ടം ആളുകൾക്ക് മുന്നിൽ പറയുന്ന പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. ടെഡെക്സ് പോലെയുള്ള ഒരു വ്യക്തി ഒരു സ്റ്റേജിൽ ഇരുന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിലേക്ക് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പ്രോഗ്രാംസൊക്കെ ടോക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇത് കോൺവെർസേഷൻ ആവാറുണ്ട്. ഓർഡിനറി പീപ്പിൾ, ആളുകളുടെ അഭിപ്രായം തേടുന്ന രീതിയിലുള്ള പ്രോഗ്രാംസും ആകാറുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ ട്രെൻഡിങ് ആവുന്ന ടോക്ക് ഷോസ് എന്ന് പറയുന്ന കുറേ കോമഡി അടിക്കുന്ന ഒരാൾ വന്നിട്ട് കുറേ എന്താ പറയുക, ഒരു ബാർക്കർ അല്ലെങ്കിൽ ഒരു ടോക്കർ പോലെയുള്ള, നമ്മൾ ടോക്കർ ബാർക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻറ്റ് മീഡിയയിൽ പഠിച്ചിട്ടില്ലേ, ആളുകളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന കുറേ സംശയങ്ങൾ, കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അവർ പല കോമഡികളും അടിക്കും. അത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിന്നെ ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കോമഡി ഒക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ്, അങ്ങനെയുള്ള രീതികളിലാണ്. ഓക്കെ, എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്, സ്ട്രിക്ട്ലി അക്കാഡമിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്, ടോക്ക് ഷോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ കേൾക്കുമ്പം ഒരു ഫെമിലിയർ അല്ലാത്ത ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ടോക്ക് ഷോ ആയിരിക്കും. ടോക്സ് നിങ്ങൾ കാണാറുണ്ട്, പക്ഷേ അതങ്ങനെ ഒരു വാക്കിൽ നിങ്ങൾ കേൾക്കാറുണ്ടാവില്ല. ഓക്കെ,
ഇൻ്റർവ്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇൻ്റർവ്യൂസ് പല രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഈ ടോക്ക് ഷോസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഡോക്ടറോട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പേർട്സിനെ, പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെയുള്ള ആളുകൾ, ബിസിനസ്സുകാർ, ഇപ്പം യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചാനലുണ്ട്. അതായത് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ വിവിധ ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യുന്ന, അവരെ ഇരുത്തിയിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അതൊരു ഇൻ്റർവ്യൂ ആയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരാളെ ചോദ്യങ്ങൾ ചോദിച്ച് അതാണല്ലോ. ഓക്കെ, ആൻ ഇൻ്റർവ്യൂ ഈസ് എ ഫോർമൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ പൊട്ടൻഷ്യൽ എംപ്ലോയർ ഓർ എ പേഴ്സൺ ആൻഡ് എ കാൻഡിഡേറ്റ്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക എന്താണ്, ജോബ് ഇൻ്റർവ്യൂസ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് പറയുന്നത് ജോബ് ഇൻ്റർവ്യൂസ് ആണ്. ബട്ട് ഇൻ്റർവ്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ആൾ, ഒരു ആങ്കർ, അല്ലെങ്കിൽ ഒരു ന്യൂസ് റെപ്രസെൻറ്റേറ്റീവ്, ഒരു രാഷ്ട്രീയക്കാരനെയോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന, അതാണ് ഇൻ്റർവ്യൂസ്. ഓക്കെ, ഇൻ്റർവ്യൂസ് ആർ യൂഷ്വലി ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്തതാണ്. ഓക്കെ, സോ ഇൻ്റർവ്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷനായിട്ട് ഇൻ്റർവ്യൂ, നിങ്ങൾക്ക് ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിന് ഡെഫിനേഷൻ തരാം. ഓക്കെ, റിയലി സോറി, എന്നോട് തെറ്റുപറ്റിപ്പോയതാണ്, ഞാനത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ ലാസ്റ്റ് ടൈം നോട്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് ചെറുതായിട്ടൊന്നൊരു എളുപ്പപ്പണി നോക്കി, അപ്പോൾ അതിൽ പറ്റിപ്പോയതാണ്. ഓക്കെ, വായിച്ചില്ല. ഓക്കെ, സോ എനിവേ ഒന്നുകൂടെ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, ഇനി കുക്കറി ഷോ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. കുക്കറി ഷോ, യെസ്, ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ഞാനിങ്ങനെ നിങ്ങൾക്കറിയാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വെറുപ്പ് പിടിക്കേണ്ട. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കുക്കറി ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ടി വിയിലൊക്കെ അധികവും, നമ്മുടെ ടെലിവിഷനിലൊക്കെ വരുമ്പോൾ അധികവും ഫേമസ് ആയിട്ടുള്ള പല ആളുകളെയും കൊണ്ടുവന്നിട്ടാണ് അവർ കുക്കറി ഷോ ചെയ്യാറുള്ളത്, അല്ലേ? ഇപ്പം നമ്മൾ ഏഷ്യാനെറ്റിൽ നമ്മുടെ ഒരു സിനിമ ആക്ട്രസ്, ഒരു കുറച്ച് പ്രായമൊക്കെയുള്ള ഒരു ലേഡി, അവരെ എന്താ പറയുക, അവർ കുറേ കുക്ക് ചെയ്യുന്ന പ്രോഗ്രാംസ് അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം അമൃത ടി വിയിൽ നമ്മുടെ ആക്ട്രസ്, എനിക്ക് അവരുടെ പേരും മറന്നുപോയി, ഷാജി കൈലാസിൻ്റെ വൈഫില്ലേ, അവർ ചെയ്യുന്ന പ്രോഗ്രാംസ് അല്ലേ കുക്കറി ഷോ എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് അറിയുന്ന പോലെ കുക്ക് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനിടയ്ക്ക് ഈ ഗസ്റ്റായിട്ടുള്ള ആളുകൾ അവരുടെ പിന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും, അവരെങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതും, അതിൻ്റെ ഡിഷ് അല്ലെ അതിൻ്റെ എന്താ പറയുക പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഷെയർ ചെയ്യും. ഷെഫ് പിള്ളെ പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെങ്ങനെ കുക്ക് ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കും, അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറഞ്ഞു കൊടുക്കും. ഇതൊക്കെയാണ് കാര്യം. ഓക്കെ, കുക്കറി ഷോ തന്നെ പല രീതിയിൽ നടത്താറുണ്ട്. ഞാൻ പറഞ്ഞ 2 പ്രോഗ്രാംസും സെപ്പറേറ്റ് രീതിയിലാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത്. അതായത് ഇപ്പോൾ അമൃത ടി വിയിൽ വരുന്ന ആ ഒരു പ്രോഗ്രാം ആനി ചേച്ചി, ഓക്കെ, ആനി ചേച്ചി ചെയ്യുന്ന പ്രോഗ്രാമിൽ ഒരു ഗസ്റ്റ് വരും. ഗസ്റ്റിനെ കുറിച്ച് ഗസ്റ്റും അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതിനിടയ്ക്കുള്ള കുക്കിങ്ങാണ് അവർ പറയുള്ളൂ. അപ്പം ആ ഡിഷുകളെ അവർ പരിചയപ്പെടുത്തും, ആ ഗസ്റ്റിനെ അവർ പരിചയപ്പെടുത്താറുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പൊന്നമ്മ ചേച്ചി എന്ന് തോന്നുന്നു, അവരുടെ പ്രോഗ്രാം ആകുമ്പോൾ അവർ ഓരോ ഡിഷാണ് അവർ പരിചയപ്പെടുത്തുന്നത്. അതിൽ അവർ തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ കുക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ അവരിങ്ങനെ വളവളന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ബട്ട് എന്തൊക്കെയാണ് കുക്ക് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് അവർ പറയുക. ഓക്കെ, ചില പ്രോഗ്രാംസിൽ വിവിധ ആളുകൾ, ഗസ്റ്റുകൾ വന്നിട്ട് അവർ കുക്ക് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾ ഓരോ ഓണം, വിഷു ഒക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് IAS IPS ഉദ്യോഗസ്ഥരൊക്കെ പലപ്പോഴും വന്നിട്ട് പല ചാനലിലും കുക്ക് ചെയ്ത് പോകുന്നത് കാണാറുണ്ടല്ലേ, രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ട് കുക്ക് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും, അവരുടെ ഇഷ്ടപ്പെട്ട വിഭവം അവർ കുക്ക് ചെയ്തിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. അങ്ങനെയൊക്കെ കുക്കറി ഷോസ് വരാറുണ്ട്. റിയാലിറ്റി ഷോസ് എന്ന് പറയുന്നത് അനദർ ടോപ്പിക്കാണ്. ഞാനതും നോട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എന്താണെന്നറിയാം. അത് കോമ്പറ്റീഷൻ പ്രോഗ്രാംസ് ആവട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാംസൊക്കെ ആയിരിക്കും. ഓക്കെ, ആൻഡ് അഗെയിൻ സോപ്പ് ഒപ്പേര എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാം ഉണ്ട്. ഈസ് എ ഡ്രമാറ്റിക് TV ഷോ ദാറ്റ് ഫോളോസ് എ ലൈവ് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഓഫൻ with many characters who are related to one another and or connected in complicated ways. Soap operas are typically long running and broadcast radio television and are characterized melodrama, അതായത് സീരിയൽ പോലെയുള്ള പ്രോഗ്രാംസിനെയാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ മറിമായം പോലെയുള്ള, അല്ലെങ്കിൽ തട്ടിയും മുട്ടിയും, നമ്മുടെ അളിയൻ വേഴ്സസ് അടിയൻ, അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഇല്ലേ. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന സോപ്പ് ഒപ്പേര, അത് കുറച്ച് കോമഡി, ഡ്രമാറ്റിക് ആയിരിക്കും, ചിലപ്പോൾ കോമഡി ഉണ്ടാവും, അല്ലെങ്കിൽ സീരിയൽ പോലെയുള്ള പ്രോഗ്രാംസൊക്കെ ആയിരിക്കും. ഓക്കെ,
സോ അതോടെ നമുക്ക് മെയിനായിട്ടുള്ള ടോപ്പിക്സൊക്കെ 4th മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ന്യൂ മീഡിയ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ന്യൂ മീഡിയ എന്ന് പറയുന്നത് നെക്സ്റ്റ് മൊഡ്യൂളാണ്. നമുക്കത് അടുത്ത വീഡിയോ മുതൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് എജു മന്ത്ര. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ഡൗട്ട് ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഫ്രീ ആണ്. നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കണമെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു പ്ലേസാണ് കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സംശയങ്ങളുണ്ടെങ്കിൽ നോക്കുക. നിങ്ങൾക്ക് ഞാൻ ഇൻ്റർവ്യൂയുടെ ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം. ഓക്കെ, എൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണ്. എനിവേ, താങ്ക് യു വൺസ് അഗെയിൻ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ.